Hi dears, welcome back to Fashion Week Designs. Beautiful ഒരു കോട്ട ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന കളക്ഷൻസ് ആണ്. എപ്പോഴും കാണുന്നതൊന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നമ്മൾ ഇതിൽ ചെയ്തേക്കുന്നത്. കോട്ട ഓൾറെഡി കണ്ടിട്ടുണ്ട്, ബട്ട് പാറ്റേൺ ആണ് ഇതിൻ്റെ വെറൈറ്റി എന്ന് പറയുന്നത്. നോക്കാം. സോ ഇപ്പോൾ ഇതുണ്ടോ, ഇങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ വന്നിരിക്കുന്നത്. കുറച്ച് ഹെവിയാണ്. നോർമലി നമ്മൾ ഈ പാനൽ വർക്ക് കണ്ടിട്ടുണ്ടെങ്കിലും ഇതുണ്ട്, ഇത് ഇച്ചിരൂടെ ഒരു വെറൈറ്റി പാറ്റേൺ ആണ്. പാനലിൽ തന്നെ സെൽഫും ഉണ്ട്, അതുപോലെ ഒരു കോൺട്രാസ്റ്റ് ഓഫ് വൈറ്റ് കോമ്പിനേഷനും യൂസ് ചെയ്തിട്ടുണ്ട്. അതിന് ആ സെൻറ്ററിന് ബോർഡർ ആക്കിയിട്ട് അത് ആ പാനൽ തീരുന്നിടത്തുണ്ടോ അത്യാവശ്യം ഹെവി ആയിട്ട് ഒരു കൈൻഡ് ഓഫ് സ്പെഷ്യൽ വർക്ക് പോയിട്ടുണ്ട്, ഒരു ഫ്ലോറൽ വർക്ക്. അത് കുറച്ചുകൂടെ ബൾജ് ചെയ്താണ് നിൽക്കുന്നത്. പിന്നെ ആ സെയിം വർക്ക് തന്നെ ഓൾ ഓവർ സ്പ്രെഡ് ചെയ്ത് വരുന്നു. ഇങ്ങനെയാണ് എൻ്റെ വർക്ക് പോയേക്കുക. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുക. അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് യൂസ് ചെയ്തേക്കുക. ദുപ്പട്ടയും സെയിം ഫാബ്രിക്കിൽ തന്നെ നല്ല ഹെവി ആയിട്ട് ബോർഡർ വർക്ക്. എപ്പോഴും കാണുന്നത് കണ്ടില്ലേ, ഡിഫറെൻ്റ് അല്ലേ, നല്ല ക്യൂട്ടാണ് ഡിസൈൻ കാണാനായിട്ടും. റയോൺ ബേസ് ആയിട്ടുള്ള ഒരു പ്യുവർ വിസ്കസ് റയോൺ ബേസ് ആയിട്ടുള്ള ബോട്ടമാണ് വേറെ ചെയ്തേക്കുക. അതുകൊണ്ട് ഇങ്ങനെയാണ് ലുക്ക്. പിന്നെ ഈ കളർ കണ്ടാൽ മതിയല്ലോ, വർക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായി. അത്യാവശ്യം നല്ല കളർ ഷെയ്ഡ്സും ആണ് കൊടുത്തേക്കുന്നത്. നമുക്ക് ഇഷ്ടമാകും. ജസ്റ്റ് ഒരു ടോപ്പായിട്ട് ഇപ്പം ദുപ്പട്ട വേണ്ട, ഇപ്പം മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്കും ഈ ദുപ്പട്ട അതിങ്ങനെ അധികം യൂസ് ചെയ്യാത്തവരൊക്കെയാണല്ലോ. അപ്പം ഞാനാണല്ലോ എപ്പോഴും ടോപ്പും ബോട്ടോ ആയിട്ടാണ് ഇരുന്നത്. അപ്പം അങ്ങനെയുള്ള ടൈപ്പ് പറ്റിയതാണ്. നല്ലൊരു ഡിസൈനാണ് കേട്ടോ. നല്ലൊരു നെക്ക് പാറ്റേണൊക്കെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്താലും ദുപ്പട്ട ഇട്ടില്ലെങ്കിലും ഇഷ്യൂ. നല്ല ഡിസൈൻ, ക്യൂട്ടായിട്ടുള്ള ഒരു ഡിസൈനാണ്. അതാണ് ഓവറോൾ ലുക്ക്. സോ നോർമലായിട്ട് കാണുന്ന നല്ലൊരു സ്കൈ ബ്ലൂ ആണ്. വീഡിയോയിൽ ഈ കളർ വരുമ്പോൾ എപ്പോഴും ഇച്ചിരി ബ്രൈറ്റ്നെസ് കൂടുതലാണ്. അത്രയും ബ്രൈറ്റ് ഇല്ല, ഇച്ചിരി ലൈറ്റ് ആണ്. നല്ല ബ്ലൂ കളർ ഷെയ്ഡ്, ഫുൾ വർക്കാണ്. എല്ലാ കളറിനോടും മാച്ചിങ് ആവുന്ന ഒരു കോമ്പിനേഷനാണ് വൈറ്റ് ബ്ലാക്ക് വരുമ്പോൾ കുറച്ചും കൂടെ ആ കളറിന് കുറച്ചും കൂടെ ഒരു എന്താ പറയുക, പെട്ടെന്ന് ഇങ്ങനെ ഒരു ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കളർ ഷെയ്ഡ് വരും. അത് ഭയങ്കര ഒരു നോട്ടീസബിൾ ആക്കും. വൈറ്റ് വരുമ്പോൾ അതുമായിട്ട് മാച്ച് ആവും. അപ്പം വൈറ്റും ബേസ് കളർ കോമ്പിനേഷനിലുമാണ് വർക്ക് പോയേക്കുക. 1140 1140 ആണ് പ്രൈസ്. സോ ഇതാണ് അടുത്ത കളറിൻ്റെ ലുക്ക് വന്നിരിക്കുന്നത്. നല്ല കളറിൽ ബ്യൂട്ടിഫുൾ ഷെയ്ഡ്. ഒത്തിരി ഓവർ ഫീലിംഗ് ഇല്ല. വൈറ്റും വേറെ സെൽഫ് ടോണും വന്നെങ്കിലും വൈറ്റ് ആയതുകൊണ്ട് തന്നെ ലൈറ്റ് ഷെയ്ഡ്സ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. സോ ഓവർ ആയിട്ടുള്ള വർക്ക് എന്നുള്ളൊരു ഫീലിംഗ് ഇതിനകത്ത് വരില്ല. പ്യുവർ വിസ്കസ് റയോൺ ബോട്ടം 1140 ആണ് പ്രൈസ്. സോ ഇതാണ് അടുത്ത കളർ. ഇത് ബ്ലൂ ഷെയ്ഡാണ്. എന്നാൽ കുറച്ചൊരു എന്താ പറഞ്ഞൊരു ആഷിൻ്റെ ഒരു ബ്ലെൻഡ് ഉള്ള പോലത്തെ എന്നാൽ ഒരു ബ്ലൂ കളറാണ്. എന്ന് പറഞ്ഞാൽ സ്കൈ ബ്ലൂ അല്ല, കുറച്ച് ലൈറ്റ് ഒരു നേവി ബ്ലൂവിൻ്റെ ഒരു ലൈറ്റ് ബ്ലെൻഡും അതുപോലെ ഒരു ആഷും കൂടെ മിക്സ്ഡ് ആണ് ഈ ഒരു കളർ. സോ ഈ ഒരു കളർ വീഡിയോയിൽ ഇപ്പോൾ ഓപ്പൺ ചെയ്ത് വന്നപ്പോഴത്തേനും കുറച്ചും കൂടെ പേസ്റ്റലായിട്ടാണ് വീഡിയോയിൽ വന്നേക്കുന്നത്. നോർമൽ പിങ്ക്, നമുക്ക് ഇഷ്ടം വന്ന പിങ്ക് കളർ ഉണ്ടല്ലോ, ആ ഒരു പിങ്ക് കളറാണ് വന്നേക്കുക. ദുപ്പട്ട വരുമ്പം ഒരു ബോർഡറാണ് ഇതുപോലെ നല്ല ഹെവി ബോർഡർ വർക്ക് ചെയ്തേക്കുന്നത്. സ്കാലപ്ഡ് ബോർഡറാണ്. അടുത്ത ബോർഡർ ഇതുണ്ട്, സ്കാലപ്ഡ് ആണ്. ഹെവി ബോർഡർ പാറ്റേൺ ഇല്ല. പിന്നെ ദുപ്പട്ട ഓൾ ഓവർ ഈ ഒരു എംബ്രോയിഡറി വർക്ക് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ടോപ്പിൽ ഇതുപോലെ പാനൽ പാറ്റേൺ, അതിന് ബോർഡറായിട്ട് 2 ലെയറായിട്ട് വെർട്ടിക്കലി ഹെവി ആയിട്ട് എംബ്രോയിഡറി. ബാക്കി പോർഷൻസിൽ ചെറിയ വർക്ക്സ് സ്പ്രെഡ് ചെയ്ത് വരുന്നുണ്ട്. പ്യുവർ ആയിട്ടുള്ള ബോട്ടം 1140 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. താങ്ക് യു.